ഹലോ ഫ്രണ്ട്സ്, ഡെയിലി ലൈഫ് ഡയറീസ് ബൈ ആഷിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഡേ 5 ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ദിവസം 4 പ്ലേസസാണ് വിസിറ്റ് ചെയ്തത്. ഷാർജ അക്വേറിയവും, മാരിടൈം മ്യൂസിയം, കാർ മ്യൂസിയം, അതുപോലെ തന്നെ പിക്മി സൂ. അപ്പോൾ ഞാനിത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ 4 സ്ഥലവും കൂടി ഒരുമിച്ച് കാണിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോൾ. ഇപ്പം തന്നെ ഇത് അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടായിരിക്കും ഈ ഒരു ഡേ 5 കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാർജ അക്വേറിയത്തിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ഷാർജ അക്വേറിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് മാരിടൈം മ്യൂസിയം. അപ്പോൾ നമുക്ക് ഷാർജ അക്വേറിയത്തിനും മാരിടൈം മ്യൂസിയത്തിനും കൂടി നമുക്ക് ഒരു ടിക്കറ്റ് തന്നെ മതിയാകും. അത് മാത്രമല്ല, ടിക്കറ്റ് ആണെങ്കിലും വലിയ എക്സ്പെൻസീവ് ഒന്നുമില്ല, നല്ല ചീപ്പ് റേറ്റിൽ തന്നെ ടിക്കറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഷാർജ അക്വേറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷാർജ അക്വേറിയം. ഞങ്ങളിപ്പോൾ ഷാർജ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു ഫൗണ്ടനും നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. കുറേ പാം ട്രീസും നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷാർജ അക്വേറിയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷാർജ അക്വേറിയത്തിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ കാണുന്ന ഒരു വ്യൂ ആട്ടോ ഇത്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഈ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ ആണെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പോൾ നല്ല രസമാട്ടോ. പിള്ളേർക്കൊക്കെയാണ് ചുമ്മാ ഇങ്ങനെ വന്നിരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാട്ടോ. അപ്പോൾ ഈ ഒരു അക്വേറിയത്തിൽ ഒത്തിരി വ്യത്യസ്ത തരത്തിലുള്ള ഫിഷുകളൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല നല്ല ഭംഗിയുള്ള ഫിഷുകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം. അഡൾട്ട്സിനാണെങ്കിലും അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ അക്വേറിയമാണിത്. അപ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെ സംസാരിക്കുന്നില്ല, നമുക്ക് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, അക്വേറിയത്തിൻ്റെ ഉള്ളിലുള്ള വ്യത്യസ്തമായ ഫിഷുകളെല്ലാം കണ്ട് ആസ്വദിക്കുക. അപ്പോൾ സ്കിപ്പ് ചെയ്ത വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് പാട്ടൊക്കെ ആറാമത്തായിട്ട് മാരിടൈം മ്യൂസിയമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക.
അപ്പോൾ ഞങ്ങൾ ഈ ഒരു അക്വേറിയം എല്ലാം കണ്ട് കഴിഞ്ഞിട്ട് അക്വേറിയത്തിൻ്റെ പുറത്തായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ ഒരു പുറത്തായിട്ട് ഇറങ്ങുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണിത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇരുന്ന് ഫുഡെല്ലാം കഴിക്കാനുള്ള ഒരു കുറേ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് നല്ല രസമായിട്ട്, കാരണം ഈ ഒരു ഫുള്ള് വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഫുഡ് കഴിക്കാം. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ സീസൺ വരുമ്പോഴത്തേനും നല്ല ചൂടായതുകൊണ്ട് നല്ല പാടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ തന്നെ ചൂട് കാരണം നമുക്ക് അധികം നേരം നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിൻ്റർ സീസണിലൊക്കെയാണ് ദുബായ് വരുന്നതെങ്കിൽ ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് രസമായിരിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളിനി മാരിടൈം മ്യൂസിയത്തിലോട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ ഫുള്ള് ഡിസ്പ്ലേ ചെയ്തിരുന്നത് പഴയ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ബോട്ടുകളും അതുപോലെ വഞ്ചികൾ, വള്ളങ്ങൾ, അതൊക്കെയാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഒരു ഫിഷർമാൻമാരുടെ ജീവിത രീതികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു. അവർ മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർ ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള വള്ളങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു പഴയ കാലത്തെ ഫിഷർമാൻസിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു ജീവിത രീതി മനസ്സിലാക്കാനായിട്ട് ഈ ഒരു മ്യൂസിയം സഹായിക്കും. ഫുള്ള് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് കാണിക്കുന്നത്, വള്ളങ്ങളും അവരുടെ ഓരോ കാര്യങ്ങളും, അങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു മാരിടൈം മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക.
അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് കാണാനുള്ള കാഴ്ചയാണ്. അപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്ന വീഡിയോ കണ്ടുനിൽക്കുന്നത് ഒരു അരോചകമായി തോന്നുന്നുള്ളതുകൊണ്ടാണ് അധികം സംസാരിക്കാത്തത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരു മ്യൂസിയം അക്വേറിയം കണ്ടു കഴിഞ്ഞപ്പോൾ ഉച്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് കാർ മ്യൂസിയവും അതുപോലെ തന്നെ പിക്നിക്സും കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് ദേപ്പുട്ടിലാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒന്നൊന്ന് കഴിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ ഏതെങ്കിലും വെറൈറ്റി പുട്ടാണ് ഓർഡർ ചെയ്തിരുന്നത്. കാരണം ഈ ഒരു പ്ലേസിൻ്റെ പ്രത്യേകത തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പുട്ടുകളാണല്ലോ. പക്ഷേ ഉച്ച ആയതുകൊണ്ട് ഞാനൊരു കുടുക്ക ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ എല്ലാവരും തന്നെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കാർ മ്യൂസിയത്തിലാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ അത് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് മറക്കാതെ കാണുക. അപ്പോൾ ബൈ.